നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് ലഡുവാണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 1/2 കപ്പ് പാല്, 1/4 കപ്പ് കോക്കനട്ട് പൗഡർ. ഇത് വേണമെങ്കിൽ ഫ്രഷ് യൂസ് ചെയ്യാം. ഒരു ചെറിയ ടിൻ കണ്ടൻസ്ഡ് മിൽക്ക്. കളർ റെഡ് കളറാണ്. ഇത് വേണമെങ്കിൽ ഒരു തുള്ളി ചേർക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. 2 ടേബിൾ സ്പൂൺ നെയ്യ്, കാഷ്യൂനട്ട്, 1/2 കപ്പ് പഞ്ചസാര. ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഞാൻ ഇവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ഒഴിക്കണം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കാഷ്യൂനട്ട് നമുക്ക് വറുത്ത് കോരാം. ഇതിൽ ഇഷ്ടമുള്ള നട്ട്സുകൾ ചേർക്കാം, വേണമെങ്കിൽ ആൽമണ്ട് ചേർക്കാം, ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ചേർക്കാം. അതിലാകെ കാഷ്യൂനട്ട് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇത് വറുത്ത് കോരാം. ഇതിലേക്ക് 2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർക്കണം. ഇങ്ങനെ നന്നായി ചുരുങ്ങി വരുന്ന വരെ ചെറിയ തീയിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പാല് ചേർക്കാം. 1/2 കപ്പ് പാലാണ്. ഇത് മൂടി വെച്ച് ഒരു 7 മിനിറ്റോളം നമുക്ക് വേവിക്കാം. ഇനി ഇതിൽ ചേർക്കാനുള്ളത് 1/4 കപ്പ് കോക്കനട്ട് പൗഡർ. ഇത് ഫ്രഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അര കപ്പ് പഞ്ചസാര, കണ്ടൻസ്ഡ് മിൽക്ക്, ഇത് ഡ്രൈ ആവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ വേണം ഇത് ചെയ്യാൻ. ഇനി നട്ട്സ് ചേർക്കാം. ഒരു ഇത്തിരി കളർ ചേർക്കുന്നുണ്ട്. കളർ അധികം ആവണ്ട, കുറച്ച് ചേർത്താൽ മതി. ഞാനും കുറച്ച് ചേർത്തിട്ടുള്ളൂ. കുഴപ്പമില്ലാത്ത നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, താല്പര്യമില്ലാത്തവർക്ക് ചേർക്കുകയും വേണ്ട. ഇപ്പോൾ കുറച്ചൊക്കെ നല്ലതിൽ വെള്ളം വറ്റി അത് വന്നിട്ടുണ്ട്. നമ്മൾ നന്നായി ഡ്രൈ ആവണം. പഞ്ചസാര ശരിക്കും 1/2 കപ്പാണ് വേണ്ടത്. ഞാൻ അത് മുഴുവനാക്കി എടുത്തിട്ടില്ല. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1/2 കപ്പ് മുഴുവനാക്കി എടുക്കാം. അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. ഞാനൊരു ചെറിയ ടിന് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ഒരു ലെവലെത്തിയാൽ ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഒന്നുകൂടി ഡ്രൈ ആവാനുണ്ട്, ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇത് കുറച്ച് ചൂടാറിയതിന് ശേഷം ചെറിയ ബോളായി അതിനെ ഉരുട്ടിയെടുക്കണം. ഓഫ് ചെയ്യാം. ചൂടാറാൻ വെക്കാം. നല്ലതുപോലെ ചൂടാറരുത്,
ചെറിയ ചൂടിൽ വേണം ഇതിനെ ഉരുട്ടിയെടുക്കാൻ. ഇതിനൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നല്ലതിൽ റോൾ ഷേപ്പിലാക്കി ചെറിയ ചൂടിൽ വേണം ചെയ്യാൻ. ഒരു കാഷ്നട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം ഭംഗിക്ക്. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ലഡു റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്യണം, അഭിപ്രായം പറയണം.